പാമ്പുകടിയേറ്റ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ചേരാവള്ളി സ്വദേശിനി സെലീനയ്ക്ക് അടിയന്തരമായി പരിശോധനയും നിരീക്ഷണവും നടത്തി പ്രതിരോധ മരുന്ന് നൽകേണ്ട ഡോക്ടറും ജീവനക്കാരും അത് നൽകാതെ നിർണായകമായ 1 മണിക്കൂറോളം പാഴാക്കി മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്ന് ജനകീയ പ്രതികരണ വേദി. ഉത്തരവാദികളായ ഡോക്ടർക്കും ജീവനക്കാർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു. പാമ്പുകടിയേറ്റ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ചേരാവള്ളി സ്വദേശിനി സെലീനയ്ക്ക് അടിയന്തരമായി പരിശോധനയും നിരീക്ഷണവും നടത്തി പ്രതിരോധ മരുന്ന് നൽകേണ്ട ഡോക്ടറും ജീവനക്കാരും അത് നൽകാതെ നിർണായകമായ 1 മണിക്കൂറോളം പാഴാക്കി രോഗിയെ മരണത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്ന് ജനകീയ പ്രതികരണ വേദി ആരോപിച്ചു. ഇക്കാര്യത്തിൽ ഉത്തരവാദികളായ ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു. രോഗിയോടൊപ്പം വന്ന ബന്ധുക്കൾ രോഗിക്ക് പാമ്പ് കടിയേറ്റതാണെന്ന് പലതവണ പറഞ്ഞിട്ടും ഡോക്ടറോ ജീവനക്കാരോ അത് കേൾക്കാൻ പോലും തയ്യാറായില്ല. വൈകിട്ട് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന നൂറുകണക്കിന് രോഗികളെയും റോഡപകടങ്ങളിൽ പരിക്കേറ്റ് ചികിത്സ തേടിയെത്തുന്ന നൂറുകണക്കിന് ആൾക്കാരെയും പരിശോധിക്കുവാൻ ഒരു ഡോക്ടർ മാത്രമാണ് ഉള്ളത്. ആശുപത്രിയിലെ വീഴ്ചകൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ ജനകീയ സമരത്തിന് തുടക്കം കുറിക്കുമെന്നും ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.